വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന് വീണ്ടും SIT നോട്ടീസ്. ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുന്നത് ഇത് രണ്ടാം തവണയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇദ്ദേഹം ആദ്യം ഹാജരായിരുന്നില്ല. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത് അറസ്റ്റിനെന്നുമാണ് സൂചന. വിവരങ്ങൾ പ്രജിത്ത് നൽകും. പ്രജിത്ത്, ഒരു നിർണായക ചോദ്യം ചെയ്യലായിരിക്കും ഇത്. എന്തായാലും ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത അത് വളരെ വലുതാണ്. കാരണം ഇദ്ദേഹം കഴിഞ്ഞ 2 തവണ വിളിച്ചപ്പോഴും മൊഴികളിലെ വൈരുദ്ധ്യം അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ നിന്നൊരു വിലങ്ങുതടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം തരണം ചെയ്യണം. അപ്പോൾ ഒരു അറസ്റ്റ് അത് നിർണായകമാണ്. ഉടൻ ഉണ്ടാകുമോ ഈ അറസ്റ്റ്, പ്രജിത്ത്? ഈ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടാം തവണയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുന്നത്. നേരത്തെ നോട്ടീസ് നൽകിയപ്പോൾ പത്മകുമാർ സ്വീകരിച്ച നിലപാട് എന്നുള്ളത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റ് ചില വിഷയങ്ങൾ, അതുകൊണ്ട് തന്നെ കുറച്ച് സാവകാശം നൽകണമെന്നുള്ളതായിരുന്നു. അങ്ങനെ അന്വേഷണ സംഘം പത്മകുമാറിന് സാവകാശം നൽകി എന്നുള്ളത് നമുക്കറിയാം. ആ സാവകാശത്തിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ N വാസുവിൻ്റെയൊക്കെ അടക്കം അറസ്റ്റടക്കം രേഖപ്പെടുത്തി വാസുവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. വാസുവിൻ്റെ പങ്ക് എന്താണ് എന്നുള്ള കാര്യത്തിൽ റിമാൻഡ് റിപ്പോർട്ട് അടക്കം കൃത്യമായ പരാമർശങ്ങളുമുണ്ട്. അതിന് പിന്നാലെയാണ് വീണ്ടും അടിയന്തരമായി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ പത്മകുമാറിന് പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും കത്ത് നൽകിയത്. ഇന്നോ നാളെയോ ഹാജരാകണമെന്നുള്ളതായിരുന്നു നിർദ്ദേശം. ഈ നിർദ്ദേശം അനുസരിച്ചില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകും അന്വേഷണ സംഘം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക തന്നെ ചെയ്യും. അതിലേറ്റവും ശ്രദ്ധേയം, അന്വേഷണ സംഘത്തിനോട് വീണ്ടും സാവകാശം തേടിയിട്ടുണ്ട് പത്മകുമാർ എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്നുള്ളത് 2019 N വാസുവിന്റെ നിർദ്ദേശപ്രകാരം സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാക്കി മാറ്റുകയും അതിൽ രേഖകളിൽ കൃത്രിമത്വം വരുത്തിയത് N വാസുവാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഈ കൃത്രിമത്വം വരുത്തിയ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ N വാസു നൽകിയ കത്ത് ഉപയോഗിച്ച് തന്നെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്ന് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ള തീരുമാനമെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളായി മാറിയിട്ടും അതിലൊന്നും ദേവസ്വം ബോർഡ് ഒരു എതിർപ്പ് അറിയിക്കുകയോ വേറെന്തെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ കാട്ടുകയോ ഏതെങ്കിലും തരത്തിലുള്ള കുറിപ്പുകൾ നൽകുകയോ ചെയ്യുന്ന സാഹചര്യമില്ല. വാസു നൽകിയ കത്തുകൾ, അല്ലെങ്കിൽ വാസു നൽകിയ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കി തിരുത്തി വാസു നൽകിയ ആ ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശം അതങ്ങ് അംഗീകരിച്ച സ്വർണ്ണപ്പാളികൾ, അല്ലെങ്കിൽ ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ദേവസ്വം ബോർഡ് കൊടുത്തുവിടുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ പത്മകുമാറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നിലനിൽക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നേരത്തെ തന്നെ അന്നത്തെ പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന ശങ്കർദാസ്, പിന്നീട് വാസുവിനൊപ്പം ദേവസ്വം ബോർഡ് അംഗമായിരുന്ന വിജയകുമാർ എന്നിവരെയെല്ലാം കൃത്യമായ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ നിലപാട് എന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ നൽകിയ ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി അവർ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. തങ്ങൾക്കിതിൽ മറ്റൊരു സാമ്പത്തിക ലാഭമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തിന് അവർ നൽകിയ മൊഴി. പക്ഷേ ദേവസ്വം ബോർഡ് കൃത്യമായി ഈ വിഷയങ്ങൾ അറിഞ്ഞിരുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇത്തരം വലിയൊരു തീരുമാനമെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഈ നേരത്തെ സ്വർണം പതിപ്പിച്ചതാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ബോധ്യമുള്ളവരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിതൊന്നും അറിയില്ല എന്നുള്ള, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ നിർദ്ദേശം അംഗീകരിച്ചു എന്നുള്ള മൊഴികൾ അംഗീകരിക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല. ഉന്നതരെല്ലാം, അതായത് ഈ പത്മകുമാറും വാസുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പത്മകുമാറിനെയൊക്കെ ചോദ്യം മുനയിലേക്ക് വരുമ്പോൾ ഇനി അടുത്തത് ആരെന്ന ചോദ്യമാണ്. അത് കടകംപള്ളി സുരേന്ദ്രൻ എന്നൊരു സാധ്യത കൂടി അവിടേക്ക് എത്തുന്നുണ്ട്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഇന്നത്തെ ദേവസ്വം മന്ത്രി VN വാസവൻ, PS പ്രശാന്ത് എന്നിവരെല്ലാം ഉത്തരം പറയേണ്ടി വരുമല്ലേ പ്രജിത്ത്? അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടിക്രമങ്ങൾ അതെങ്ങനെയായിരിക്കും പ്രജിത്ത്? അറിയാവുന്നതാണ്. ആ ബന്ധം അടുത്തുണ്ട്. അതോടൊപ്പം തന്നെ പത്മകുമാർ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പിന്നാലെ ആ സ്ഥാനത്തേക്ക് എത്തുന്നത് N വാസു ആയിരുന്നു എന്നുള്ളതും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ ഒരു തുടർച്ചയുടെ ഭാഗമാണ്. ഇവയെല്ലാം തമ്മിൽ ബന്ധങ്ങളുണ്ട് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ തുടരുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അതിൽ പത്മകുമാർ ഹാജരാകുന്നില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കും എന്നുള്ള കാര്യത്തിൽ തർക്കം ഈ ഘട്ടത്തിലില്ല. തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന് വീണ്ടും SIT സംഘം നോട്ടീസ് അയച്ചിരിക്കുന്നു.